തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽതമർ നിയർ അൽ ഷിഫ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ, മുസ്ലിയാരങ്ങാടി, എടക്കര, മുസ്ലിയാരങ്ങാടി, കൊണ്ടോട്ടി. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വാസ്ഥ്യം സൂതിക പദ്ധതി തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗർഭിണികൾക്ക് പ്രസവരക്ഷാ മരുന്ന് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രസവാനന്തരം സ്ത്രീകൾക്ക് ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ള ആയുർവേദ മരുന്ന് വിതരണ പദ്ധതിയായ സ്വാസ്ഥ്യം സൂതിക പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മേലാറ്റൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തും മേലാറ്റൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര പി വേണു പ്രസവരക്ഷയുടെ പ്രാധാന്യവും മിഥ്യാധാരണകളെയും കുറിച്ച് ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും എത്തിയവർക്ക് മരുന്ന് വിതരണം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദേവകി പ്രസംഗിച്ചു. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ആയിട്ടുള്ള അമ്മമാരുണ്ടാവും. എന്നാൽ ഒന്നും ഓരോ അസുഖങ്ങളും ഇല്ലാത്ത അമ്മമാരുണ്ടാവും. അപ്പോൾ നമ്മളപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളൊരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറുടെ അടുത്ത് ചെല്ലാത്ത ആൾക്കാർ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒരേ മരുന്നുകൾ തന്നെ കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് വയറെ എരിച്ചിലുണ്ടാക്കുന്ന അരിഷ്ടങ്ങളൊക്കെ ഒരുപാട് കഴിക്കുക. അപ്പോൾ അതെന്തുണ്ടാവും വെച്ചാൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. അങ്ങനെയാണ് പലർക്കും അനുഭവം ഉണ്ടാവാൻ പറ്റില്ല. അലോപ്പതി ഡോക്ടർമാർ പലരും പറയും ആയുർവേദ മരുന്ന് കഴിക്കരുതെന്ന് പറയും. അപ്പോൾ സംഭവം ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മരുന്നുകൾ കഴിക്കേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിൽ മരുന്നുകൾ കൊടുക്കുന്നതാണ്. അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അന്വേഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്താൽ. ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ.